ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അതിനായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഫസ്റ്റ് കാർഡ് ചോയ്സ്, 2 of Swords, Queen of Wands, വീണ്ടും ചോയ്സ്, 2 of Pentacles, Page of Wands, Page of Swords, Ace of Cups, Temperance, Eight of Wands, bottom of the deck, Eight of Pentacles, 4 of Swords, Ace of Pentacles. Okay. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിരിക്കുന്നത് 2 of Swords ആണ്. 2 of Swords എന്ന് പറയുമ്പോഴേ ഒരു ചോയ്സ്, അവരുടെ ജീവിതത്തിൽ 2 ചോയ്സ് ഉണ്ട്. അത് ചിലർക്ക് ഫാമിലി ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ, 2 സിറ്റുവേഷൻ ആയിരിക്കാം. അതിപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, കുറച്ച് പേർക്ക് ഫാമിലി ആയിരിക്കാം. എന്താണ് അവരുടെ ലൈഫിൽ 2 സിറ്റുവേഷൻ ഉണ്ട്. അവർ 2 സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2 വ്യക്തികളാവാം, 2 സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഒരു തേർഡ് പാർട്ടി ആവാം. എന്തായാലും ആ 2 സിറ്റുവേഷനെയും ബാലൻസ് ചെയ്യാൻ അവർക്ക് ശ്രമിക്കുന്നുണ്ട്. ഒരു സ്റ്റക്കാണ്, ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. പേജ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴേ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പുതിയ തുടക്കം, പുതിയ ഒരു ആക്ഷൻ, അതിനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ കുറച്ച് മെച്യൂരിറ്റി കുറച്ച് കുറവാണ്. കാരണം ഒരു യങ് എനർജിയാണ്. പേജ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു യങ് എനർജിയാണ്. പക്ഷേ നിങ്ങൾ വളരെ പ്രാക്ടിക്കലാണ്. പക്ഷേ അവർക്കൊരു കുറച്ചൊരു ഇവിടെ 2 സിറ്റുവേഷനെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ വളരെ പ്രാക്ടിക്കലാണ്. ക്യൂൻ ഓഫ് വാൺസ് ആണ്. നിങ്ങൾ വളരെ മെച്യൂർഡാണ്. നിങ്ങളെ അവർ കാണുന്നത് വളരെ മെച്യൂർഡ് ആയിട്ടാണ്. അത് മാത്രമല്ല നിങ്ങൾ വളരെ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആണ്. നിങ്ങളിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ എല്ലാം നിങ്ങൾ എപ്പോഴും ഒരു ചേസ് ചെയ്ത് അങ്ങനെ ഒരു മെച്യൂരിറ്റിയിൽ നിങ്ങൾ നേരത്തെ നിന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ മെച്യൂർഡാണ്. നിങ്ങളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യൂൻ ഓഫ് വാൺസ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വരണമെന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് സോർട്സ്, ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു ബൗണ്ടറീസ് ഒക്കെ ഇപ്പോൾ വെച്ച് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് നല്ല ധൈര്യവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുറച്ച് സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം എല്ലാറ്റിനെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നു. അത് മാത്രമല്ല ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേ സ്നേഹത്തിൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത്, അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അങ്ങനെ ബാലൻസായും കുറച്ച് സെൽഫ് ലെവലൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒത്തിരി സ്നേഹം തോന്നുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം. ആ 2 ചോയ്സിനെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു വെള്ളപ്രാവുണ്ട്. അതൊരു സമാധാനമാണ്. നിങ്ങളടുത്ത് സമാധാനപൂർണ്ണമായി ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം, ഒന്ന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ആൾറെഡി മാരീഡൊക്കെ ആയവർക്കാണെങ്കിൽ പോലും അവർ 2 സിറ്റുവേഷനിൽ നിന്നെങ്കിൽ ഇനി നിങ്ങളടുത്ത് പുതിയതായിട്ട് വളരെ സമാധാനപൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. 2 of Pentacles വന്നിട്ടുള്ളതുകൊണ്ട് വളരെ ശക്തമായിട്ട് 2 സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ബന്ധത്തെ ആ സിറ്റുവേഷൻ ബാധിക്കുന്നുണ്ട് ആവാം. പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്താണ് ഞാൻ വേണ്ടത്, ഇനി എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് വരാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ അവർ ഒരു അനലൈസിങ്ങിലാണ്. ഇവിടെയും 2 of Swords അതാണ് പറയുന്നത്, 2 of Pentacles അതാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ടെമ്പറൻസ് കാർഡ് എന്താണ് കുറിക്കുന്നതെന്ന് വെച്ചാൽ, ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസിൻ്റെ കാരണം. ഇവിടെ ക്യൂൻ ഓഫ് വാൺസും അതാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്യാനും നിങ്ങളൊന്ന് കൺട്രോളായി നിൽക്കാനും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നിങ്ങൾ ഓവർ ഇമോഷൻസ് ആകുന്നില്ല. നിങ്ങൾ ഒത്തിരി അവരെ ചേസ് ചെയ്ത് പോകുന്നുമില്ല. ഞാൻ ഭയങ്കര ദുഃഖത്തിലാണെങ്കിൽ പോലും അതൊന്നും നിങ്ങൾ അവരെ കാണിക്കാനോ അവരോട് ബെഗ് ചെയ്യാനോ പോകുന്നില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങളടുത്ത് വരണം, നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളടുത്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയും നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയും പേജ് ഓഫ് സോർട്സ്, അവർ പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ അവരൊരു യങ് എനർജിയിലാണ്. നിങ്ങൾ കുറേ മെച്യൂർഡാണ്. പക്ഷേ അവർ വീണ്ടും പറയുന്നത് അവർ കുറച്ച്
മെച്യൂരിറ്റി അവർക്ക് കുറച്ച് കുറവാണ്, ഒരു യങ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവരൊരു എടുത്തു ചാടി ഒരു മെച്യൂരിറ്റി ഇല്ലാതെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നതും 2 സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നതും അതുകൊണ്ടാണ്. അവർക്കൊരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒത്തിരി സ്നേഹമൊക്കെ ആണ്, ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒത്തിരി സ്നേഹവും എല്ലാം ആണ്. പക്ഷെ അവരൊരു മെച്യൂരിറ്റി ഇല്ലാത്തതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, ഇവിടെ 2 ഓഫ് സോട്ട്സും 2 ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് അതാണ്. ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ കഴിയാതെ നിൽക്കുന്നു. പക്ഷേ അല്ലാതെ ബാക്കിയെല്ലാം നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റീവാണ്, നിങ്ങൾ അത്രയും ഒരു മാനിക്കുന്നുണ്ട് അവർ, നിങ്ങളൊരു റെസ്പെക്ട്ഫുള്ളായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ 8 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. സോ വളരെ ഫാസ്റ്റായിട്ടൊരു ഒരു ആക്ഷൻ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്കൊരു മെസ്സേജ് പ്രതീക്ഷിക്കാം, കുറച്ച് പേർക്കൊക്കെ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം, കുറച്ച് പേർക്കൊക്കെ ഒരു ട്രാവൽ, ആ വ്യക്തിയോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു യാത്രയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം മാരീഡൊക്കെ ആയവരാണെങ്കിൽ പോലും നിങ്ങൾ വേറെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു മാറ്റം, അതായത് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാവും, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ അവർ എഫർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ചൂസ് ചെയ്യാനും നിങ്ങളുടെ ബന്ധത്തിൽ എഫർട്ട് ഇട്ട് ഈ ബന്ധം ഇനി മുന്നോട്ട് വളരെ ഹാപ്പി ആയിട്ടും സമാധാനപൂർണ്ണമായിട്ടും ഒരു സ്റ്റേബിളായിട്ട് ഒക്കെ നിൽക്കണം, നിങ്ങളോട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ജോലി സ്ഥലത്താണ് ഈ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോഴും അവരിപ്പോൾ ഒരു ആത്മപരിശോധന നടത്തുകയാണ്. ഇവിടെയും 2 സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊന്ന് അനലൈസിങ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്താണ് വേണ്ടത്, ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവരൊരു ആത്മപരിശോധന നടത്തുന്ന സമയമാണ്. ഒരു റെസ്റ്റിൻ്റെ ഒരു പ്രാർത്ഥനയോടെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ. അതിനുവേണ്ടി അവർ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇനി ലൈഫിൽ ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം എങ്ങനെ മുന്നോട്ട് പോകണം, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിന് ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം, അങ്ങനെയൊക്കെ അവർ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഒരു ആക്ഷൻ എടുക്കും, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഈ ക്യൂൻ ഓഫ് വാൺസ് എനർജിയിൽ തന്നെ നിൽക്കുക, ഒന്ന് ബാലൻസ്ഡായി. നിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഒരു മാറ്റം സംഭവിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്കുള്ളിൽ ഒരു മാറ്റം വരികയും ആ മാറ്റം നമ്മളെ കുറേ ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത്. സോ നിങ്ങൾ ഈ ക്യൂൻ ഓഫ് വാൺസ് എനർജിയിൽ ഒന്ന് ബാലൻസ്ഡായി അവരെ ചേസ് ചെയ്യാതെ തന്നെ നിൽക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ചൂസ് ചെയ്യും. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് നോക്കാം. ദെൻ ഫർഗീവ്നെസ്, choose a new direction. Okay, look for a new sign. ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫർഗീവ്നെസ് ആണ്. നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ടാവാം, നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാവാം, പല വേദനകൾ, ബാക്ക് സ്റ്റാബ്, 2 സിറ്റുവേഷനിൽ നിങ്ങളെ ചൂസ് ചെയ്യാതിരിക്കുന്നതൊക്കെ വളരെ വേദനാജനകമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാരണം പല അപമാനങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫർഗീവ് ചെയ്യാനാണ് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ അതിരുന്ന് അങ്ങനെ ആ ഒരു മുറിപ്പാടായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റായി വരും. നമ്മൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സമാധാനത്തിന്, നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് അട്രാക്റ്റ് ആവാൻ തുടങ്ങുന്നത്. സോ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഫർഗീവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫർഗീവ് ചെയ്യുക. എന്തെങ്കിലും മൈൻഡിൽ ദുഃഖമോ വിഷമോ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം മറക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ. അതായത് നമ്മൾ നോക്കിക്കാണുന്ന രീതി മാറ്റണം. അതായത് പല കാര്യങ്ങളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പലപ്പോഴും ശരിയായിരിക്കില്ല. സോ അതിനെ നമ്മൾ വേറൊരു രീതിയിലൂടെ കാണണം. അതുകൊണ്ട് ഒരു വേറൊരു രീതിയിൽ കൂടെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ പല ദുഃഖങ്ങളും പ്രശ്നങ്ങളും വരുന്നത് നമ്മുടെ ലൈഫിൽ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. സോ അതിന് ആ ഒരു രീതിയിൽ കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ അടുത്ത് വേറൊരു രീതിയിൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള പലർക്കും പല രീതിയിലായിരിക്കും പ്രശ്നം, അതിനെ വേറൊരു രീതിയിൽ കാണൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലുക്ക് ഫോർ എ സൈൻ. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് പല സയൻസും കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു സയൻസൊക്കെ പല സയൻസും പ്രപഞ്ചം കാണിക്കുന്നുണ്ടാവാം. ചിലർക്ക് ഏഞ്ചൽ നമ്പേഴ്സ് വഴിയായിരിക്കും, ബട്ടർഫ്ലൈസ് ആയിരിക്കാം, റെയിൻബോ ആയിരിക്കാം, അങ്ങനെ പല രീതിയിലും കാണുന്നുണ്ടാവും. ചിലർക്ക് വിഷ്വൽസിലൂടെയും ഡ്രീംസിലൂടെയൊക്കെ സൈൻ കാണിക്കുന്നുണ്ടാവാം. സോ ആ സയൻസിനെ എല്ലാം ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കൂ എന്നാണ് പറയുന്നത്. സോ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.